പാട്ടല്ല കേട്ടോ, അഭിനയമാണ്. ഒരു 8-9 നാടകം ചെയ്തിട്ടുണ്ട്, പിന്നെ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഷോർട്ട് മൂവി, ആൽബം. പിന്നെ ഇതൊന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റേജിലൊക്കെ സിംലിമയ്ക്ക് അറിയാം അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ. നിങ്ങളെയൊക്കെ കാണാനും ഇവിടെ എത്താനും സിംലിമയാണ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നന്മ സംഘടനേൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഞാൻ കുറേ കാര്യങ്ങൾ, ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊന്നുമല്ല, എന്തൊക്കെയോ ഞാൻ എൻ്റെതായ രീതിയിൽ എന്തൊക്കെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ പാടുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തുള്ളും. ഈ എന്താ നാണവും മാനവും ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. കലാകാരന്മാർക്ക് നാണം ഇല്ല എന്നാണ് പറയാ. അപ്പോ പിന്നെ ഞങ്ങളുടെ കുന്നത്തെ അമ്പലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? കുന്നത്തെ അമ്പലത്തില് ഗാനമേള ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എവിടെ പോയാലും ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ, കാരണം എന്താ, എനിക്ക് തുള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ ഫ്രണ്ടിലിരുന്ന് കണ്ണൂരെ ഒരു പാട്ടുകാരനായിരുന്നു. ഞാൻ അവിടുന്ന് ചുമ്മാ ഇങ്ങനെ തുള്ള കണ്ടപ്പോൾ ഇദ്ദേഹം വന്ന് എന്നെ വേഗം കൈ പിടിച്ചാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ കയറി അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ എനിക്ക് തല ഇറങ്ങും പോലെ തോന്നുന്നു. അത്രയും ജനങ്ങളാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ചിലർ ചോദിച്ചു, പിറ്റേന്ന് ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല, സാധ്യത ഒലിക്കട്ടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ 28 വർഷം കുവൈറ്റിലായിരുന്നു. അന്ന് ജീവിത പ്രാരാബ്ദത്തിൽ അഭിനയമുണ്ടോ ഒന്നും നമുക്കറിയില്ല. ലക്ഷ്യം അവിടെ എത്തണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു. 28 വർഷം അവിടെ. ഇപ്പം എൻ്റെ മോനും മരുമോളും ഒക്കെ അവിടെയാണ്. മരുമോൾ അവിടെ എഞ്ചിനീയറാണ്, മോൻ അവിടെ ക്യാപ്റ്റനാണ്. പിന്നെ എനിക്കൊരു മോളുണ്ട്. മോള് കുന്നമംഗലത്ത്, അവള് ചെറിയ ജോലി ചെയ്യുന്നു. 2 കുട്ടികൾ, മരുമോൻ ഗൾഫിൽ. ഞാനിപ്പം ഇങ്ങനെ പാൽപ്പറന്ന് നടക്കുകയാണ്. കണ്ണൂര്, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, അങ്ങനെ ഇങ്ങനെ ചെന്നൈയിൽ തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. സിംഗാരം. അപ്പം ഇതൊക്കെയാണ്. എത്ര പോലെ കൂടുതൽ ഇങ്ങനെയല്ലോ. പിന്നെ പാട്ട് എനിക്ക് അറിയില്ല കേട്ടോ, പാട്ടറിയില്ല, എന്നാലും പാടി നോക്കല്ലേ.